ദി ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഈയടുത്ത് വന്ന ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. സ്റ്റെഫി മെറ്റൽഡ എന്ന 23 വയസ്സുള്ള ഒരു ടെക്കിയുടെ മരണം. അതെ, മെയ് 3 നടന്ന സംഭവം. ആദ്യം ഇതൊരു അപകടമരണമാണെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു ചില വിവരങ്ങളും പുറത്തു വന്നപ്പോൾ അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അതിലും ഞെട്ടിക്കുന്ന കാര്യം ഇതിനു പിന്നിൽ സ്ത്രീധനത്തിന്റെ പേരുള്ള പീഡനങ്ങളായിരുന്നു എന്നതാണ്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? അപകട മരണമെന്ന നിഗമനം എങ്ങനെ മാറി? അതൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും. ഇവിടെ ഏറ്റവും നിർണായകമായത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. അതിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? തലയിലേറ്റ പരിക്ക്, പിന്നെ ശ്വാസകോശത്തിൽ ഒരു ദ്രാവകത്തിന്റെ സാന്നിധ്യം. ഇതൊന്നും ഒരു സാധാരണ വീഴ്ചയിൽ സംഭവിക്കുന്നതല്ലെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞു. അതായത് പീഡനം നടന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചന അല്ലേ? അതെ. അതോടെയാണ് കേസിന്റെ സ്വഭാവം മാറിയത്. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, ഈ വകുപ്പുകളോടൊപ്പം കൊലപാതക കുറ്റം, അതായത് IPC 302 അതും ചുമത്തി. എന്നിട്ട് ഭർത്താവ് രാജ്മോഹനെ അറസ്റ്റ് ചെയ്തു. അതെ, രാജ്മോഹനെ അറസ്റ്റ് ചെയ്തു. സ്റ്റെഫിയുടെ വീട്ടുകാർക്ക് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു എന്ന് വാർത്തകളിലുണ്ടല്ലോ. ഉണ്ടായിരുന്നു. അവരത് പോലീസിനോട് പറയുകയും ചെയ്തിരുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു എന്നും കൂടുതൽ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നുമൊക്കെ. സ്റ്റെഫിയും ഭർത്താവ് രാജ്മോഹനും രണ്ടുപേരും ടെക്കികളാണല്ലേ? 26 വയസ്സാണ് രാജ്മോഹന്. അതെ. അവർ പരിചയപ്പെടുന്നത് 2022-ലാണ്. സ്റ്റെഫിയുടെ വീട്ടിൽ രാജ്മോഹൻ വാടകയ്ക്ക് താമസിക്കാൻ വന്നപ്പോഴാണ്. വീട്ടുകാർക്ക് പക്ഷേ എതിർപ്പുണ്ടായിരുന്നു. ജാതിയുടെ പ്രശ്നം. അതെ, ജാതി വ്യത്യാസങ്ങൾ കാരണം രണ്ട് വീട്ടുകാർക്കും താൽപ്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ വർഷം 2024 ഫെബ്രുവരി 19 വിവാഹിതരായി. പക്ഷേ കല്യാണത്തിന് മുൻപേ തന്നെ ഈ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ വലിയ ആവശ്യങ്ങളുണ്ടായിരുന്നുവെന്ന് കേട്ടല്ലോ. ശരിയാണ്. രാജ്മോഹന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടത് 100 പവൻ സ്വർണവും ഒരു കാറുമാണ്. 100 പവൻ? അതെ. സ്റ്റെഫിയുടെ വീട്ടുകാർക്ക് അത്രയും കൊടുക്കാൻ പറ്റിയില്ല. അവർ 40 പവൻ സ്റ്റെഫിക്കും ഒരു 5 പവൻ രാജ്മോഹനും കൊടുത്തു. പിന്നെ ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന ഒരു 2 വീലർ. അതുകൂടാതെ പണമായും ലക്ഷങ്ങൾ കൊടുത്തു എന്നും പറയുന്നു. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു. ഓൺലൈനായും നേരിട്ടുമൊക്കെയായിട്ട് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത്രയൊക്കെ കൊടുത്തിട്ടും വീണ്ടും പീഡനം തുടങ്ങിയെന്ന് പറയുമ്പോൾ? അതെ, അതാണ് ഏറ്റവും ദുഃഖകരം. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ രാജ്മോഹനും അയാളുടെ അമ്മയും കൂടുതൽ പണം ചോദിച്ച് സ്റ്റെഫിയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവമുണ്ടായിരുന്നു. സ്റ്റെഫി ഇക്കാര്യങ്ങളൊക്കെ ചില സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ട്. ആ സംഭാഷണങ്ങളൊക്കെ പിന്നീട് പോലീസിന് കിട്ടി. അതും പ്രധാന തെളിവായി. ഈ മരണ ദിവസം മെയ് 3 എന്താണ് വീട്ടില് നടന്നത്? അന്ന് രാജ്മോഹന്റെ സഹോദരനാണ് സ്റ്റെഫിയുടെ സഹോദരനെ ഫോൺ ചെയ്യുന്നത്. വീട്ടിലേക്ക് വേഗം വരാൻ പറഞ്ഞു. സ്റ്റെഫിയുടെ സഹോദരൻ എത്തിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? സ്റ്റെഫി അബോധാവസ്ഥയിലായിരുന്നു. ബോധം കെട്ട് വീണതാണ് എന്നാണ് രാജ്മോഹൻ ആദ്യം പറഞ്ഞത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഉടനെ കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപ് തമക്ക് മരണം സംഭവിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. പോലീസ് എന്തെങ്കിലും അസ്വാഭാവികത ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായും. സ്റ്റെഫിയുടെ മുഖത്തും കഴുത്തിലുമൊക്കെ മുറിപ്പാടുകളുണ്ടായിരുന്നു. പിന്നെ മുഖവും നഖങ്ങളുമൊക്കെ ഒരു നീല നിറത്തിലായിരുന്നു. അതും സംശയം കൂട്ടി. അപ്പോ ഈ ബോധം കെട്ട് വീണു എന്ന കഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ പൊളിഞ്ഞു? പൂർണ്ണമായും. അതൊരു വീഴ്ചയല്ല, കൊലപാതക സാധ്യതയാണ് എന്ന് റിപ്പോർട്ട് വന്നു. പിന്നീട് കിട്ടിയ ഓഡിയോ റെക്കോർഡിംഗുകളും ഈ കേസിലൊരു വഴിത്തിരിവായി എന്ന് പറഞ്ഞല്ലോ. അതെ. സ്റ്റെഫി തന്നെ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ കിട്ടി. തനിക്ക് മർദ്ദനമേൽക്കുന്ന കാര്യങ്ങളും ഈ പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് ശരിക്കും നിർണായകമായിട്ടുണ്ടാവും. വളരെ നിർണായകമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ ഓഡിയോ തെളിവുകളും ചേർത്തു വായിച്ചപ്പോൾ സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പിക്കാനായി. ഇപ്പൊ രാജ്മോഹൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതെ. പിന്നെ സ്റ്റെഫിയുടെ വീട്ടുകാർ സ്ത്രീധന പീഡനത്തെക്കുറിച്ച് പരാതി കൊടുത്തിരുന്നല്ലോ. അതിൽ RDO, അതായത് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല അല്ലേ? സ്ത്രീധനം എന്ന ഒരു സാമൂഹിക വിപത്ത് എത്ര ജീവിതങ്ങളാണിങ്ങനെ ഇല്ലാതാക്കുന്നത്. അതെ. പഠിച്ച് ജോലിയുള്ള ഒരു പെൺകുട്ടിക്ക് പോലും സ്വന്തം വീട്ടിൽ ഭർത്താവിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ശരിക്കും പേടി തോന്നുന്നു. സ്റ്റെഫിയുടെ ആ ഓഡിയോയിലെ ശബ്ദം ഒരു പക്ഷേ നമ്മൾ കേൾക്കാതെ പോകുന്ന ഒരുപാട് നിലവിളികളുടെ പ്രതീകമാണ്.
ശരിയാണ്. ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പോലും സ്ത്രീകൾക്ക് ഇങ്ങനെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്നു. അവരുടെ വില നിശ്ചയിക്കുന്നത് സ്വർണത്തിലും പണത്തിലുമാകുന്നു എന്നത് നമ്മുടെ സമൂഹം ഇനിയും എത്രയോ മാറാനുണ്ട് എന്നതിന്റെ സൂചനയാണ്. അപ്പോ ഒരു അപകടമരണം എന്ന നിലയിൽ നിന്ന് തുടങ്ങി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച സ്റ്റെഫി മെറ്റിൽഡയുടെ മരണത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു നിമിഷം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീധനം എന്ന ഈ ദുരാചാരം പൂർണ്ണമായും ഇല്ലാതാക്കാൻ വ്യക്തിപരമായും ഒരു സമൂഹമെന്ന നിലയിലും നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഇതൊരു വലിയ ചോദ്യമാണ്. അതെ, നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ പോരാടിയ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളോ നിങ്ങൾക്ക് പ്രചോദനമായ മറ്റുള്ളവരുടെ കഥകളോ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com. നിങ്ങളുടെ ശബ്ദവും പ്രധാനപ്പെട്ടതാണ്. ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.